ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ ഇന്നും ചോദ്യം ചെയ്യും. രാവിലെ തൃക്കാക്കര സ്റ്റേഷനിൽ ഹാജരാകും. മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ 6 മണിക്കൂറോളമാണ് വേടനെ ചോദ്യം ചെയ്തത്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഇന്നത്തെ ചോദ്യം ചെയ്യൽ എന്തൊക്കെ കാര്യങ്ങൾ ആണ് ഇന്ന് അന്വേഷണ സംഘം തേടുന്നത്? റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ഇന്ന് തൃക്കാക്കര പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നലെ ഏതാണ്ട് 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ ഒരു യുവ വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടേക്കാനാണ് സാധ്യത. നേരത്തെ തന്നെ ഹൈക്കോടതി വേടന് മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. 2021 മുതൽ 23 വരെയുള്ള കാലയളവിനുള്ളിൽ 5 തവണ ഈ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ഇതിൽ മൊബൈൽ ഫോൺ നേരത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ചില സാക്ഷിമൊഴികളും പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയുമുണ്ട്. പക്ഷേ എറണാകുളം സെൻട്രൽ പോലീസിന് അതിൽ തുടർ നടപടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ കേസിൽ ഇത്തരത്തിൽ തുടർ നടപടികൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. മാത്രവുമല്ല, ഇന്നലെ ഹൈക്കോടതി ആ കേസിൽ മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വേടൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഈ കേസ് പൂർത്തിയാവട്ടെ, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നതാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കോന്നിയിലെ ഒരു സംഗീത പരിപാടിക്കിടെയും നിലപാട് വ്യക്തമാക്കിയിരുന്നു. താൻ ഒളിച്ചോടിയിട്ടില്ല എന്ന് വേടൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി വേടൻ വീണ്ടും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടേക്കാനാണ് സാധ്യത. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ ഇന്നും ചോദ്യം ചെയ്യും.